ഹലോ വെൽക്കം ബാക്ക് ഗൈസ്. ഇന്ത്യയുടെ ഏഷ്യ കപ്പ് സ്ക്വാഡ് അനൗൺസ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. BCCയെ സംബന്ധിച്ച് വലിയൊരു തലവേദന തന്നെയാണ് ഈ ഒരു സെലക്ഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. T20 സൈഡിൽ ഒരുപാട് പ്ലേയേഴ്സ് ഇതിന് വേണ്ടിയിട്ട് അവൈലബിൾ ആണ്. നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ മേജർ ആയിട്ടൊരു ചേഞ്ച് വരാൻ സാധ്യതയുള്ളത് നമ്പർ 1 T20 ബാറ്റർ ആയിട്ടുള്ള അഭിഷേക് ശർമ്മ ഓപ്പണിംഗ് സൈഡിൽ വന്നാൽ ജയ്സ്വാൾ പുറത്തിരിക്കേണ്ടി വരും. അതിനാണ് സാധ്യതകൾ കൂടുതൽ കാണുന്നത്. അതോടൊപ്പം തന്നെ സായ് സുദർശൻ ഒരു ബാക്കപ്പ് ഓപ്പണറായിട്ട് ടീമിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് വിക്കറ്റ് കീപ്പിംഗ് സൈഡാണ്. സഞ്ജു സാംസൺ ആണ് ഫസ്റ്റ് പ്രയോറിറ്റി പറയപ്പെടുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് T20 സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആൾ ഫോമിലാണ്. IPL-ലും നന്നായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നു. ഇഞ്ചുറി വന്നുകൊണ്ട് മാത്രം കുറച്ച് മത്സരങ്ങൾ മിസ്സായിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഋഷഭ് പന്ത് ഇഞ്ചേർഡ് ആണ്. ഈ ഒരു സമയത്തിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ റിക്കവറി പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ സഞ്ജു സാംസൺ ഫസ്റ്റ് പ്രയോറിറ്റി വിക്കറ്റ് കീപ്പറായിട്ട് അവിടെ വരികയും അതോടൊപ്പം തന്നെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ജിതേഷ് ശർമ്മ ടീമിൽ ഇടം പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ലാസ്റ്റ് IPL-ലേക്ക് നോക്കുകയാണെങ്കിൽ RCBക്ക് വേണ്ടിയിട്ട് മികച്ച രീതിയിലായിരുന്നു താരം കളിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ധ്രുവ് ജുറലിൻ്റെ സാധ്യതകൾ ഇല്ലാതാവും. നെക്സ്റ്റ് എന്ന് പറയുന്നത് സൂര്യകുമാർ യാദവിൻ്റെ ക്യാപ്റ്റൻസിയുടെ അണ്ടറിലായിരിക്കും ഈ ഒരു ഏഷ്യ കപ്പിൽ ടീം ഇന്ത്യ പെർഫോം ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഗില്ലും സ്ക്വാഡിൽ ഉണ്ടാവും. നെക്സ്റ്റ് എന്ന് പറയുന്ന ബോളിംഗ് സൈഡിൽ വലിയൊരു ചേഞ്ച് ഉണ്ടാവാൻ സാധ്യതയുള്ളത് സിറാജിന് ഒരു റെസ്റ്റ് കൊടുക്കാനുള്ള സാധ്യതകൾ കൂടുന്നുണ്ട്. ബൂമറ എന്തായാലും സ്ക്വാഡിലുണ്ടാവും. അതോടൊപ്പം തന്നെ ഹർഷിത് റാണ, നെക്സ്റ്റ് എന്ന് പറയുന്ന അർഷ്ദീപ് എന്നിവരായിരിക്കും മറ്റ് സീമർമാർ. ഓൾറെഡി നമുക്കറിയാം ഹർദിക് പാണ്ഡ്യ ഈ ഒരു ടീമിലുണ്ടാവും. ഹർദിക് പാണ്ഡ്യ ഇല്ലാതെ ഈ ഒരു ടീം എന്ന് പറയുന്നത് ഒട്ടും പോസിബിൾ ആയിട്ടൊരു കാര്യമല്ല. അതോടൊപ്പം തന്നെ അക്സർ പട്ടേൽ ടീമിലുണ്ടാവും. വാഷിംഗ്ടൺ സുന്ദർ ഒരു ബാക്കപ്പ് പ്ലെയർ ആയിട്ട് ടീമിലുണ്ടാവും എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നെ ദൂബയുടെ കാര്യം ഇങ്ങനെ പറയുന്നത് തിലക് വർമ്മ സ്ക്വാഡിൽ ഉണ്ടാവാനുള്ള സാധ്യതയും കൂടുതലായിട്ട് പറയുന്നുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ശ്രേയസ് അയ്യരോട് കംബാക്ക് നടത്താൻ പോകുന്ന, അതായത് ഇന്ത്യൻ ടീമിലേക്ക് കംബാക്ക് നടത്താൻ പോകുന്ന ഒരു മത്സരം കൂടിയായിരിക്കും ഈ വരാൻ പോകുന്ന ഏഷ്യ കപ്പ് എന്ന് പറയുന്നത്. കാരണം നമുക്കറിയാം ടെസ്റ്റ് ടീമിൽ ശ്രേയസ് അയ്യർ ഇല്ലാത്തതുകൊണ്ട് ഉണ്ടായതായ പുകിലുകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അത്രയും ഫോമിൽ നിൽക്കുന്ന ഒരു താരത്തെ ടീമിൽ നിന്ന് പുറത്താക്കിയതൊക്കെ വലിയ ചർച്ചകളായിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ എന്തായാലും ഏഷ്യ കപ്പിലൂടെ ആയിരിക്കും താരം ടീമിലേക്ക് തിരിച്ചു വരിക. പിന്നീട് വരാൻ പോകുന്ന ODI സീരീസിലും ടെസ്റ്റ് സീരീസിലും ശ്രേയസ് അയ്യർ ടീമിൻ്റെ ഭാഗമാകുമെന്ന് പറയുന്നുണ്ട്. ഓഫ് കോഴ്സ് നല്ല ടാലൻ്റുള്ള താരമാണ്, നിലവിൽ നല്ല ഫോമിൽ നിൽക്കുന്ന ഒരു താരമാണ്. അദ്ദേഹത്തിനെ ഒഴിവാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. സോ എന്തായാലും ഇങ്ങനൊരു സ്ക്വാഡ് ആയിരിക്കും കൂടുതൽ വരാനുള്ളത്. 1-2 മാറ്റങ്ങൾ വന്നാലേ സാധ്യതയുള്ളൂ. പിന്നെ സ്പിൻ ഡിപ്പാർട്ട്മെന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വരുൺ ചക്രവർത്തിയും കുൽദീപും ആയിരിക്കും ടീമിൽ വരാൻ സാധ്യത കൂടുതൽ. അങ്ങനെയാണെങ്കിൽ രവി ബിഷ്ണോയി പുറത്തിരിക്കേണ്ടി വരും. സ്ക്വാഡിൽ ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഓൾറെഡി നമുക്ക് പാർട്ട് ടൈം സ്പിന്നേഴ്സായിട്ട് അവിടെ അക്സർ പട്ടേലും അതോടൊപ്പം തന്നെ ബാക്കപ്പായിട്ട് ഞാൻ സുന്ദറിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇതാണ് ഇന്ത്യയുടെ ഏഷ്യ കപ്പ് സ്ക്വാഡിലേക്ക് വരാനുള്ള സാധ്യത കൂടുതലുള്ള സ്ക്വാഡ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രേഖപ്പെടുത്തുക. ഏതെങ്കിലും പ്ലേയേഴ്സിനെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി. ബൈ ബൈ ഗൈസ്.